മനുഷ്യർ സാധാരണ പ്രായമാകുമ്പോൾ ടയർഡാണ്. പക്ഷെ ഇന്നത്തെ ജനറേഷൻ, പ്രത്യേകിച്ച് 35 വയസ്സിൽ താഴെയുള്ള ജനറേഷൻ, മിക്ക ആളുകളും അതിൽ ഭയങ്കര ടയർഡാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര ടയർഡ് ആകുന്നത്? നമ്മുടെ പണ്ടത്തെ ജനറേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ടയർഡ് ആകാൻ കുറെ കാരണങ്ങളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും മെയിൻ റീസൺ എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് സ്ലീപ്പാണ്. ഇപ്പോഴത്തെ ആളുകൾക്ക് എന്തുകൊണ്ട് അധികം സ്ലീപ്പ് കിട്ടുന്നില്ല? ഈ സ്ലീപ്പ് കിട്ടാത്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ യൂസ് തന്നെയാണ്. ഇപ്പം ആവറേജ് ആയിട്ട് ഒരു മലയാളി ദിവസത്തിൽ 6 മണിക്കൂറെങ്കിലും സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നുണ്ട് മൊബൈൽ ഫോൺ. അത് ആവറേജ് ആണ്. എല്ലാവരും ഇപ്പൊ ഈ മൊബൈൽ ഫോണിന് ഡിപ്പെൻഡ് ആണ്. ഇപ്പം രാത്രി കിടക്കാൻ വരെ മൊബൈൽ ഫോൺ കൂടെ വേണം. നമ്മുടെ ബോഡിയിൽ ഒരു ഓർഗൻ പോലെ തന്നെയാണ് ഇപ്പൊ മൊബൈൽ ഫോൺ. ഇപ്പൊ എല്ലാവർക്കും ആളുകൾ അവരുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ സ്ലീപ്പിനെ അഫക്ട് ചെയ്യുന്ന വെച്ചാൽ ഈ മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് ആണ്. ഇത് നമ്മുടെ റെറ്റിനയിൽ അടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു ട്രിഗർ കിട്ടും. ഇപ്പോൾ ഉറങ്ങാൻ സമയമായിട്ടില്ല, അപ്പം നമ്മുടെ ബ്രെയിൻ മെലാറ്റോണിൻ എന്ന ഹോർമോണെ റിലീസ് ചെയ്യത്തില്ല. അങ്ങനെ നമുക്ക് ഉറക്കം വരത്തില്ല. അപ്പം രാത്രി 10:30 കിടന്ന് ഉറങ്ങാൻ നോക്കുന്ന ഒരു ഇൻഡിവിജ്വൽ മൊബൈൽ ഫോണൊക്കെ നോക്കി കിടക്കുമ്പം ഉറങ്ങി വരുമ്പം ചിലപ്പോൾ ഒരു 1:30-1 മണിയൊക്കെ ആവും. പിന്നെ രാവിലെ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി എഴുന്നേക്കാൻ വേണ്ടി 6:30-7 മണിക്ക് എഴുന്നേക്കുകയും ചെയ്യും. അപ്പം ഒട്ടും ഉറക്കം കിട്ടത്തുമില്ല. അങ്ങനെ ദിവസം മൊത്തം ഭയങ്കര ടയർഡായിരിക്കും. നമുക്കിനി റിയാലിറ്റിയിലേക്ക് വരാം. നമുക്ക് ഈ മൊബൈൽ ഫോൺ മാറ്റി വെച്ചുകൊണ്ടുള്ള ലൈഫ് നമുക്ക് പറ്റത്തില്ല. നമുക്ക് മൊബൈൽ ഫോൺ എല്ലാത്തിനും കൂടെ വേണം. കുറച്ചു കാലം മുമ്പ് ആളുകൾ പറയുമായിരുന്നു മൊബൈൽ ഫോൺ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് എടുത്ത് അപ്പുറത്തെ മുറിയിൽ മാറ്റി വെച്ചിട്ട് ഇപ്പുറത്തെ മുറിയിൽ വന്ന് കിടന്ന് ഉറങ്ങാനൊക്കെ. പക്ഷെ റിയലിസ്റ്റിക്കലി അത് പോസിബിൾ അല്ല. നമ്മളെ വീണ്ടും ഉറങ്ങത്തില്ല. കാരണം നമ്മുടെ അഡിക്റ്റഡ് ആയിട്ടുള്ള സാധനം നമ്മുടെ അടുത്തില്ല. അങ്ങനെ സാധനം നമുക്ക് അടുത്തില്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഇനി ശീലിച്ച് അങ്ങനെ ആയാൽ നല്ലത്. പക്ഷെ മിക്ക ആളുകളും ശീലിക്കത്തില്ല. ഒരു 99% ആളുകളും ശീലിക്കത്തില്ല. കാരണം 99% ആളുകളും കൺസിസ്റ്റന്റ് അല്ല. അതുകൊണ്ട് എങ്ങനെ നമുക്ക് മൊബൈൽ ഫോൺ യൂസും ചെയ്യാം, അതുപോലെ നമുക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു, അപ്പൊ നിങ്ങൾ എന്തായാലും മാക്സിമം കാണാണ്ട് കേട്ടോണ്ടിരിക്കുക. യൂട്യൂബിൽ തന്നെ കുറെ ട്രാവൽ ബ്ലോഗ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കുക്കിങ്ങിന്റെ കാര്യങ്ങളും ഇതെല്ലാം കിടപ്പുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ടോണ്ടിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ സഹായിക്കും. അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ഇതിന്റെ ലൈറ്റ് വരുന്നില്ല. ഇതിന്റെ ബ്ലൂ ലൈറ്റ് വരാതിരിക്കുമ്പോൾ നമ്മളെ ഉറങ്ങാൻ സഹായിക്കും. നമ്മുടെ ബ്രെയിൻ മെലാറ്റോണിൻ റിലീസ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ഉറങ്ങാനും പറ്റും. ഇപ്പം ഈ സ്ലീപ്പിന്റെ പ്രശ്നം, ഈ ഇൻസോമേനിയ കുറെ പേര് ഈ സമൂഹത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഞാനിപ്പോ ഇതൊന്നും പറഞ്ഞെന്ന് വെച്ച് ഇതൊന്നും മാറാൻ പോകുന്നില്ല. കാരണം ഞാനും ഇത് അനുഭവിക്കുന്നുണ്ട്. ഈ സ്ലീപ്പിന്റെ പ്രശ്നം ഞാനും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും അത്ര ക്വാളിഫൈഡ് ഒന്നുമല്ല ഇതിനെപ്പറ്റി പറയാൻ. പിന്നെ ഈ സ്ലീപ്പിനെ ബാധിക്കുന്ന വേറൊരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെയാണ്. ഈ എല്ലാ ദിവസവും ഒരേപോലെ ആകുമ്പോൾ നമുക്ക് പ്രശ്നം വരും. ഇപ്പം നിങ്ങൾ രാവിലെ സാധാരണ 7 മണിക്ക് എഴുന്നേറ്റ് ഒരു 9 മണിക്ക് ഓഫീസിൽ പോയി വീണ്ടും 5 മണിക്ക് തിരിച്ചു വന്ന് പോട്ട് നിങ്ങൾ ജിമ്മിലൊക്കെ പോയെന്ന് വെച്ചോ. 1 മണിക്കൂർ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് 6 വീട്ടിലെത്തി. അത് കഴിഞ്ഞ് വീണ്ടും ഫോണിൽ കുറെ നേരം നോക്കിയിരുന്നു, എന്തെങ്കിലുമൊക്കെ സിനിമ കണ്ട് വീണ്ടും കിടന്നുറങ്ങി. ഇങ്ങനെ തന്നെ മൺഡേ ടു ഫ്രൈഡേ പോകും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു ചാലഞ്ചിങ് ഇല്ല. നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് ഈ ഒരു ലൈഫായിട്ട് അഡാപ്റ്റ് ആവുക ചെയ്യുന്നത്. അപ്പം നമുക്ക് ചേഞ്ച് ഇല്ല. നമുക്ക് ചേഞ്ച് ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും ചാലഞ്ചിങ് ആയിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അങ്ങനെ ചാലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും തോന്നിയാലേ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടത്തുള്ളൂ, നമുക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങളിങ്ങനെ 9 to 5 വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇപ്പം ഉച്ചയ്ക്കാണെങ്കിലും ജസ്റ്റ് ഒന്ന് വോക്ക് ചെയ്യുക. നിങ്ങൾ പോവാത്ത സ്ഥലത്തേക്ക് ജസ്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിന്റെ അടുത്തുള്ള സ്ഥലമായിരിക്കും, അങ്ങോട്ട് പോവുക. പുതിയ ആളുകളെ കണ്ട് പരിചയപ്പെട്ട് സംസാരിക്കാൻ നോക്കുക. പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ദിവസത്തിൽ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനോ റീഫ്രഷ് ആണ്. അപ്പം അത് നിങ്ങൾക്ക് ഗുഡ് ഫീലിംഗ് വരും. നിങ്ങൾ നന്നായിട്ട് ഉറങ്ങാൻ സഹായിക്കും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം, എല്ലാവരും കഫീൻ അഡിക്റ്റ് ആണ്. എല്ലാവരും ചായയും കോഫിയൊക്കെ നന്നായിട്ട് കുടിക്കുന്നുണ്ട്. രാവിലെയും കുടിക്കുന്നുണ്ട്, ഈവനിങ്ങും കുടിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ രാത്രി 8 മണി കഴിഞ്ഞ് കുടിക്കും. സത്യത്തിൽ നമ്മൾ ഈ കാഫീൻ കുടിച്ചാൽ, ഒരു സ്റ്റഡി പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ വൈകിട്ട് 4 മണിക്ക് ഒരു കോഫി കുടിച്ചാൽ അതിന്റെ എഫക്റ്റ് രാത്രി 2 മണി വരെ നമ്മുടെ ബോഡി കാണുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു 10 മണിക്കൂറെങ്കിലും ഇതിന്റെ പ്രസൻസ് നമ്മുടെ ബോഡിയിൽ കാണും. ഈ കഫീൻ എന്താ നിങ്ങൾക്ക് അറിയാലോ. കഫീൻ നമ്മൾ ഉണർത്തും. അപ്പൊ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ രാത്രി മൊത്തം ഉണർന്നിരിക്കും. അതുകൊണ്ട് രാത്രി ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഫോൺ നോക്കും. ഈ ഫോൺ നോക്കുമ്പോൾ വീണ്ടും ബ്ലൂ ലൈറ്റ് അടിക്കും. വീണ്ടും ഈ വരാൻ പോകുന്ന ഉറക്കത്തിനെ പോലും ഇത് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് എൻ്റെ ഒരു വ്യൂ നിങ്ങൾ മാക്സിമം രാവിലെ 11 മണിക്ക് മുമ്പ് കോഫി കുടിക്കാൻ നോക്കുക. 11 മണി കഴിഞ്ഞ് കോഫി കുടിക്കാൻ മാക്സിമം നോക്കാണ്ടിരിക്കുക. കാരണം ഇതൊരു ലൂപ്പ് പോലെയാണ്. ആളുകൾക്ക് രാത്രി ഉറക്കം കിട്ടത്തില്ല. അപ്പൊ ദിവസം മൊത്തം ടയർഡായിരിക്കും. ഈ ടയർഡ് മാറ്റാൻ വേണ്ടി ആളുകൾ രാവിലെ ചായ കുടിക്കും, അല്ലെങ്കിൽ കോഫി കുടിക്കും. അതുപോലെ തന്നെ ഈവനിങ്ങും ഉച്ചയ്ക്കും എല്ലാം കോഫി കുടിക്കും. അപ്പം ആളുകൾക്ക് ആ ക്ഷീണം തോന്നത്തില്ല. ആ ഒരു എനർജിയിൽ ആളുകൾ അങ്ങ് നിൽക്കും. ഇത് തന്നെ ഈ സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് കൊണ്ട് ആ വീക്ക് മൊത്തം പോകും. അങ്ങനെ ഒരു ലോങ് ടൈമിൽ നമ്മൾ അൺഹെൽത്തി ആവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ അത് നമ്മുടെ ലോങ് ടൈമിൽ നമ്മളെ ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്യും. പിന്നീട് നമുക്ക് ദിവസം മൊത്തം ക്ഷീണം തോന്നാൻ ഒരു കാരണം എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് എക്സസൈസ്. ഇത് ഞാൻ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്.
നമ്മുടെ ഇന്ത്യയിൽ തന്നെ 1% ആളുകൾ മാത്രമേ വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കുറേ സ്ട്രെസ്സൊക്കെ മാറി കിട്ടും. നമ്മൾ സ്ട്രെസ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ ഹോർമോൺ റിലീസ് ചെയ്യും. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ കോർട്ടിസോൾ ഹോർമോൺ അത് സപ്രസ് ചെയ്യും. അങ്ങനെ കോർട്ടിസോൾ ഹോർമോൺ സപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. നമ്മുടെ മനസ്സിൽ സ്ട്രെസ്സോ അങ്ങനെയൊന്നും കാണത്തില്ല. പിന്നെ ഇത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം വരുന്ന പ്രശ്നമാണ്. നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വലിയ സ്ട്രെസ് ഒന്നും ഇല്ല, എന്നിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇത് എക്സ്പീരിയൻസ് ചെയ്യത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവരുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും. മെയിനായിട്ട് എല്ലാ ദിവസവും നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, അവരുടെ മെന്റൽ ഹെൽത്ത് ഒക്കെ നല്ലതാണ്, അവർക്കൊരു ടെൻഷനും ഇല്ല, അവർക്ക് സ്ട്രെസ്സും ഇല്ല. ഇതിന് മെയിൻ ആയിട്ടുള്ളൊരു കാരണം വെച്ചാൽ അവർക്ക് വേറെ ചാലഞ്ചസ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ലൈഫ് എല്ലാം ഒരു സെയിം ഇതിലാണ് പോകുന്നത്. ഇപ്പം പുറത്ത് നോക്കുമ്പം അവർ ഭയങ്കര ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം, പക്ഷെ അതിൽ ആ ഒരു കൺസിസ്റ്റന്റ് ആണ്. അതിൽ സെയിം ആയിട്ട് തന്നെ പോകും, അവർക്കൊരു ചാലഞ്ചിങ് ഇല്ല. അതുകൊണ്ട് അവരിപ്പോൾ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ ഇടയ്ക്ക് അയാൾ സ്വിമ്മിങ്ങിന് പോവുക, ഇടയ്ക്ക് വേറെ എന്തെങ്കിലും സ്പോർട്സ് പരമായിട്ടുള്ള ബോക്സിങ്, റണ്ണിങ്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിൽ, ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ പോകുമ്പോൾ അവരുടെ ബോഡിക്ക് ഒരു ഗുഡ് ഫീൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ അവർക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യും. എനിക്കറിയാം ഇത് മാത്രമല്ല, നമ്മൾ വേറെ കുറേ കാരണങ്ങൾ കാരണം ടയർഡാണ്. ഇപ്പം ഡയബറ്റീസ് ഉള്ള ഒരാളാണെങ്കിൽ, ഇല്ലെങ്കിൽ ഡയബറ്റീസിന്റെ തുടക്കമുള്ള ഒരാളാണെങ്കിൽ ഭയങ്കര ടയർഡ്നെസ് തോന്നാം, വേറെ എന്തെങ്കിലും ഡിസീസ് ഉള്ള ആളാണെങ്കിലും ടയർഡ് തോന്നാം. പക്ഷെ ഞാനിത് ഈ വീഡിയോയിൽ മെയിനായിട്ട് പറഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന കുറേ ചാലഞ്ചസ് ആണ്. അപ്പം ഗായ്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Thanks for watching.